Good morning. Good morning. So let's start. In this semester, you are going to study a very interesting subject, cryptography and network security. So this is your syllabus. The course code is CS 409 and its credit is 3. And this course objectives are it introduces a fundamental concepts of symmetric and asymmetric cipher models, and it introduced fundamental concept of authentication and introduced network security and web security protocols. So these are the course objectives. Then first one, what do you mean by cryptography? Are you heard about the term cryptography? Anyone? Cryptography. Anaga, Agil, Adarsh, Raiza, Anjita. Encryption. Cryptography means encrypt and decrypt the messages. Given message തരും ആ മെസ്സേജിനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും അതിനെന്ത് പറയും എൻക്രിപ്ഷൻ എന്ന് പറയും ഓക്കെ ദെൻ ഈ കൺവേർട്ട് ചെയ്ത മെസ്സേജിനെ ബാക്ക് ടു ഒറിജിനൽ മെസ്സേജ് ഇതിനെന്ത് പറയും ഡീക്രിപ്ഷൻ എന്ന് പറയും സോ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഇതിനാണ് എന്ത് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുക ആ ഒരു പ്രോസസ് ഇറ്റ്സ് എ ക്രിപ്റ്റോഗ്രാഫി അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫി എന്താ ദെൻ അതിൻ്റെ ഡിഫറൻസ് അൽഗോരിതംസ് ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് വെബ് സെക്യൂരിറ്റി. സോ എനിക്കറിയാം നിങ്ങൾ സിലബസിൽ 6 മൊഡ്യൂൾസ് ഉണ്ട്. ദെൻ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഞാൻ പറഞ്ഞു നമ്മുടെ ഗിവൺ മെസ്സേജിനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതിനെ പറയും എൻക്രിപ്ഷൻ എന്ന് പറയും. ഓക്കെ സോ ഈ കൺവേർട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ മൊഡ്യൂളുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കീ യൂസ് ചെയ്യും. എന്നിട്ട് സം ടെക്നിക്സ് യൂസ് ചെയ്യും അല്ലെങ്കിൽ കീ യൂസ് ചെയ്യും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് സിമെട്രിക് സിഫർ മോഡൽസ്. അതായത് നിങ്ങളുടെ മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ കീ ആണ് യൂസ് ചെയ്യുന്നത്. അതിനെന്ത് പറയും, സിമെട്രിക് സിഫർ മോഡൽസ് എന്ന് പറയും. ഓക്കെ സോ അതിന് ഡിഫറെൻറ്റ് ടെക്നിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ് ആൻഡ് ട്രാൻസ്പോസിഷൻ ടെക്നിക്സ്, ദെൻ റോട്ടർ മെഷീൻ, സ്റ്റെക്നോഗ്രാഫി. Then you are going to study an algorithm, simplified DES and data encryption standard DES. ഈ രണ്ട് അൽഗോരിതം ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ കവർ ചെയ്യും. ഓക്കെ ആൻഡ് ദ സെക്കൻഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതം ഐഡിയ ആൻഡ് AES, then RC4. ഈ 3 അൽഗോരിതംസ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. ആൻഡ് ഇൻ തേർഡ് മൊഡ്യൂൾ സപ്പോസ് നിങ്ങളുടെ മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ടു ഓർ മോർ കീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയും. ഓക്കെ, അപ്പോൾ തേർഡ് മൊഡ്യൂൾ നിങ്ങൾ പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി പഠിക്കും. ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി സിസ്റ്റം, ദെൻ സം തിയറംസ് റിലേറ്റഡ് ടു ദിസ്. അതായത് നിങ്ങളിവിടെ ഫെർമാറ്റ്സ് തിയറം, യൂളേഴ്സ് തിയറം, അങ്ങനെ കുറച്ച് തിയറംസ് പഠിക്കും. സോ എന്തിനാണ് ഒരു മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നത്? സപ്പോസ് ഒരു യൂസർ ഒരു മെസ്സേജ് റിസീവറിന് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ തേർഡ് പാർട്ടി എന്താ മെസ്സേജിനെ ആക്സസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെസ്സേജ് കറക്റ്റ് പേഴ്സണ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സം കീസും അൽഗോരിതംസും യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ പെർട്ടിക്കുലർ മെസ്സേജിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് യൂസിങ് സം കീ. ഓക്കെ, ദെൻ കൺവേർട്ട് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു, റിസീവറിന് സെൻഡ് ചെയ്യുന്നു. ദെൻ റിസീവർ എന്ത് ചെയ്യുന്നു? ആ പെർട്ടിക്കുലർ മെസ്സേജ് റിസീവ് ചെയ്യാണ്. ദെൻ അതിനെ ബാക്ക് ടു പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് അല്ലെ ഒറിജിനൽ മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? എങ്ങനെ കൺവേർട്ട് ചെയ്യും? ആ സെയിം കീ യൂസ് ചെയ്തിട്ട് വേണം എന്ത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിന് കൂടി എന്താണ് കീ കൂടി ആർക്ക് സെൻഡ് ചെയ്യണം? റിസീവറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെക്യൂർ ആയിട്ട് ആ കീ കൂടി ആർക്ക് സെൻഡ് ചെയ്യണം? റിസീവറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെക്യൂർ ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് അൽഗോരിതംസ് പഠിക്കും. ദാറ്റ് മീൻ കീ മാനേജ്മെന്റ് അൽഗോരിതം, ഡിഫി-ഹെൽമാൻ കീ എക്സ്ചേഞ്ച് ആൻഡ് ഇലക്ട്രിക് കർവ് ക്രിപ്റ്റോഗ്രാഫി. ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ഇത്രയാണ്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ നിങ്ങളെ മെസ്സേജ് സെക്യൂർ ആയിട്ട് സെൻഡ് ചെയ്തു, കീ സെക്യൂർ ആയിട്ട് സെൻഡ് ചെയ്തു. നെക്സ്റ്റ് കറക്റ്റ് പേഴ്സൺ തന്നെയാണ് ആ പെർട്ടിക്കുലർ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത്. ആസ് എ റിസീവറിന് അറിയണം റിസീവറിന് കിട്ടിയ മെസ്സേജ് കറക്റ്റ് പേഴ്സൺ തന്നെയാണ് സെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ അവിടെ എന്താണ്? ഓതൻറ്റിക്കേഷൻ വേണം, റൈറ്റ്? ഫോർത്ത് മൊഡ്യൂൾ നിങ്ങൾ കവർ ചെയ്യുന്ന ടോപ്പിക് ഓതൻറ്റിക്കേഷൻ റിക്വയർമെൻറ്റ്സ്, ഓതൻറ്റിക്കേഷൻ ഫങ്ഷൻസ് ആൻഡ് സം അൽഗോരിതംസ്, ദാറ്റ് ഈസ് ഹാഷ് ഫങ്ഷൻ, SHA-1, MD5. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോർത്ത് മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂൾ കവർ ചെയ്യുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അവിടെ കുറച്ച് പ്രോട്ടോകോൾസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസേൺസ്. ആൻഡ് സിക്സ്ത് മൊഡ്യൂൾ കവർ ചെയ്യുന്നത് വെബ് സെക്യൂരിറ്റി, വെബ് സെക്യൂരിറ്റി കൺസിഡറേഷൻ, some protocol SSL and transport layer security, then firewalls, then application level gateway. Firewalls in different type ആണ്, packet filters and application level gateway, encrypted tunnels. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നത്. ഫസ്റ്റ് 3 മൊഡ്യൂൾസിൽ എൻക്രിപ്ഷൻ അൽഗോരിതംസ് പഠിക്കും. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾസിൽ ഓതൻറ്റിക്കേഷൻ റിക്വയർമെൻറ്റ്സ്, ആൻഡ് 5 and 6 നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് വെബ് സെക്യൂരിറ്റി. ഇത്രയും ഓക്കെ അല്ലേ? ഒരു ഓവർവ്യൂ. ഒന്ന് റിപ്ലൈ തന്നെ. Okay, so let's start our first module, cryptography and network security, and this is a content of first module. So first you are going to study symmetric cipher models and different techniques, substitution techniques, transposition techniques, and rotor machine steganography. ഇതൊക്കെ ഓരോ ടെക്നിക്സ് ആണ്.
ദെൻ നിങ്ങൾ പഠിക്കുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് DES അൽഗോരിതം പഠിക്കും. അതുപോലെ തന്നെ വേറൊരു അൽഗോരിതം ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് DES. ദെൻ ബ്ലോക്ക് സിഫർ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കും ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ. ഓക്കെ, ദെൻ ഡയറക്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ് കോഴ്സ്? ഇവിടെ നമ്മൾ എന്തിനാണ് ഈ കോഴ്സ് പഠിക്കുന്നത്? നമുക്കറിയാം ഇവിടെ സെക്യൂരിറ്റി അല്ലേ, അവർ ഫോക്കസ് ഈസ് ഓൺ സെക്യൂരിറ്റി ആണ്. ദാറ്റ് ഈസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെഷേഴ്സ് ടു പ്രിവെന്റ്, ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് സെക്യൂരിറ്റി വയലേഷൻ ദാറ്റ് ഇൻവോൾവ് ദി ട്രാൻസ്മിഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനെ ആസ് എ സോൾജർ എന്ന രീതിയിൽ എന്താ പ്രൊട്ടക്ട് ചെയ്യണം, ഇൻഫർമേഷനെയും അല്ലെ സിസ്റ്റത്തിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അതിന് ഡിഫറെൻറ്റ് അൽഗോരിതംസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കുള്ള ബെനഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ദ സെക്യൂരിറ്റി. The security refers to any measures taken to protect something. Security means any measures taken to protect something. For example, അതിന് റിയൽ വേൾഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോക്സ് ഓൺ ഡോർസ് ആൻഡ് അലാറംസ് ഇൻ അവർ കാർസ്, പോലീസ് ഓഫീസർ, ഇതൊക്കെയാണ് എന്ത്. ഇപ്പം ലോക്സ് ഓൺ ഡോർ, അതായത് നമ്മുടെ വീട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോറിന് ലോക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം നമ്മുടെ വീടാണ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദെൻ അലാറംസ് ഇൻ യുവർ കാർ, കാർസ് ആരെങ്കിലും നമ്മൾ എന്താ റോബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അലാറം അവിടെ സെറ്റ് ചെയ്യും, റൈറ്റ്. ദെൻ പോലീസ് ഓഫീസർ, പോലീസ് ഓഫീസർ എന്താ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പോലീസ് ഓഫീസറിന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ, എനി മെഷേഴ്സ് ടേക്കൺ ടു പ്രൊട്ടക്ട് സംതിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി. Computer security means it's a field of computer science. It's a field of computer science concerned with the control of risk related to computer use. ഒരു നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസ്ക് ഉണ്ടോ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഇറ്റ് ഡിസ്ക്രൈബ് the methods of protecting the integrity of data stored on the computer. നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത ഡാറ്റേനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതിൽ കുറേ മെത്തേഡ്സ് പ്രൊവൈഡ് ചെയ്യാണ് ഇത് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റി മീൻസ് ഇറ്റ്സ് എ മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ഡാറ്റ ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, റൈറ്റ്. ഇതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ദെൻ തേർഡ് വൺ, internet security. Then what is internet security? It's measures to protect data during the transmission over a collection of interconnected networks. Just ഈ എല്ലാ ടേംസ് ഒന്ന് ഓർത്തിരിക്കാം. സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഇന്റർനെറ്റ് സെക്യൂരിറ്റി. The next one, security goals. Security goals, CIA. It is denoted as CIA. C for confidentiality, I for integrity, A for availability. Then first one, confidentiality. Confidentiality means the information must just be accessible to authorized
people. Authorized people. Confidentiality means the information must just be accessible to the authorized person. അതായത് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ കറക്റ്റ് പേഴ്സണ് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഞാനൊരു മെസ്സേജ് ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് സെൻഡ് ചെയ്യാണ്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് റിസീവ് ചെയ്യുന്നു. തേർഡ് പാർട്ടിക്ക് ആ മെസ്സേജ് ആക്സസ് ചെയ്യാൻ പാടില്ല. അതായത് കറക്റ്റ് ഓതറൈസ്ഡ് പേഴ്സൺ മാത്രമാണ് പെർട്ടിക്കുലർ മെസ്സേജ് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി മീൻസ് guarantee that data is what we expect. Guarantee that the data is what we expect. നമ്മൾ ഏത് ഡാറ്റയാണോ എക്സ്പെക്ട് ചെയ്തത് ആ ഡാറ്റ തന്നെ നമ്മുടെ കയ്യിലെത്തണം. ഇപ്പൊ സെൻഡർ ഒരു ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് ആർക്ക് സെൻഡ് ചെയ്തു? റിസീവറിന് സെൻഡ് ചെയ്തു. ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് സെൻഡ് ചെയ്തു ടു റിസീവർ. റിസീവർ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ദ മെസ്സേജ് ഹായ്. സപ്പോസ് ഒരു അറ്റാക്കർ വന്നു അതിനെ ഹെലോ മോഡിഫൈ ചെയ്തു. റിസീവറിന് എന്ത് കിട്ടി? ഹെലോ എന്ന് പറയുന്ന മെസ്സേജ് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ? മെസ്സേജിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താണോ? സെൻഡർ എന്ത് മെസ്സേജ് ആണോ സെൻഡ് ചെയ്യുന്നത് അതേ മെസ്സേജ് ആര് റിസീവ് ചെയ്യണം? റിസീവർ റിസീവ് ചെയ്യണം. അതാണ് ഇന്റഗ്രിറ്റി. ആൻഡ് third one, availability. Availability means the computer system is available or accessible by an authorized user whenever it is needed. Whenever it is needed. The availability എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ ഇൻഫർമേഷൻ. Computer system or information is available or accessible by an authorized person when it is needed. അതായത് കറക്റ്റ് ഓതറൈസ്ഡ് പേഴ്സണ് അവരുടെ ആവശ്യമുള്ളപ്പോൾ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റണം. ഒരു ഇൻഫർമേഷന് വാല്യൂബിൾ എപ്പോഴായിരിക്കും? ആ കറക്റ്റ് ടൈമിൽ ആ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് പേഴ്സണ് റൈറ്റ് ടൈമിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആവണം. Okay, so these are the security goals: confidentiality, integrity, availability. Is this clear? Okay ആണോ? So what are the security goals എന്ന് പറഞ്ഞേ? What are the security goals? Confidentiality, integrity, and availability. The next one, security attacks. Any action that compromises the security of information is known as security attack. Okay, നമ്മുടെ ഇൻഫർമേഷൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാണ്, അതിന്റെ സെക്യൂരിറ്റിനെ വയലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് പറയും? സെക്യൂരിറ്റി അറ്റാക്ക് എന്ന് പറയും. Okay, there are two types of security attack: passive attack and active attack. Passive attack and active attack. Passive attack means the attacker
just listen അല്ലെങ്കിൽ make use of information from the system but does not affect the system resources. Okay, അപ്പോൾ അറ്റാക്കർ എന്താ ജസ്റ്റ് ആ ഒരു സിസ്റ്റത്തിലെ ഇൻഫർമേഷൻ യൂസ് ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് അതിന് ലേൺ ചെയ്യും. ഓക്കെ, ബട്ട് ആക്ച്വൽ സിസ്റ്റത്തിന് എന്താ അത് എഫക്റ്റ് ചെയ്യില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ ഒന്ന് റീഡ് ചെയ്യും, അത്ര തന്നെ. അതാണ് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് വെച്ചാൽ എന്താണ്? attempts to alter the system resources or affect their operation. അതായത് നമ്മുടെ റിസോഴ്സിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണ് ഓൾട്ടർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ അതിനെ എഫക്റ്റ് ചെയ്യും. അതാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് രണ്ട് അറ്റാക്ക് ഉണ്ട്, പാസീവ് അറ്റാക്ക് ആൻഡ് ആക്റ്റീവ് അറ്റാക്ക്. പാസീവ് അറ്റാക്കിന്റെ കേസിൽ എന്താ ജസ്റ്റ് ഇൻഫർമേഷൻ നമ്മളൊന്ന് ലിസൺ ചെയ്യും അല്ലെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിന് അതെന്താ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ആക്റ്റീവ് അറ്റാക്കിന്റെ കേസിൽ എന്താണ്? ആക്ച്വൽ സിസ്റ്റം റിസോഴ്സിനെ ഓൾട്ടർ ചെയ്യും. ഓക്കെ, അതാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, പാസീവ് അറ്റാക്ക്. അപ്പോൾ മെയിൻ കോഴ്സ് ഓഫ് പാസീവ് അറ്റാക്ക് ഈസ് ടു ഒബ്റ്റെയിൻ ദ ഇൻഫർമേഷൻ. It's no modification of content or fabrication. It just learn the content or other information. For example പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ പാറ്റേൺ, ട്രാഫിക് ഫ്ലോസ്. അതായത് ഒരു സെൻഡർ ഒരു മെസ്സേജ് റിസീവറിന് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ, മെസ്സേജിങ് പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ ട്രാഫിക് ഒന്ന് അനലൈസ് ചെയ്യും. ഇതാണ് പാസീവ് അറ്റാക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, so there are two types of passive attack. The first one, release of message contents, and second one, traffic analysis. ഓരോന്ന് എന്താ നോക്കാം. The first one, release of message content. Release of message content. Here, the contents of the message are released against our wish to someone else. ഓക്കെ, നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ 3 നെയിം ത്രൂ ഔട്ട് ഒരു 3 നെയിം നിങ്ങൾ പഠിക്കും. ബോബ്, ആലീസ്, ഡാർത്ത്. ഓക്കെ, സോ നിങ്ങളൊരു ഫിഗർ കൺസിഡർ ചെയ്യുക. ഹിയർ ബോബ് സെൻഡ് സം മെസ്സേജ് ടു ആലീസ്. ദെൻ എ തേർഡ് പാർട്ടി, ഡാർത്ത് ഈസ് എ തേർഡ് പാർട്ടി. ഓക്കെ, ഡാർത്ത് എന്ത് ചെയ്യുന്നു? ഇറ്റ്സ് റീഡ് ദ കണ്ടന്റ് ഓഫ് മെസ്സേജ് ഫ്രം ബോബ് ടു ആലീസ്. അപ്പോൾ ബോബ് ആലീസിന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആര് റീഡ് ചെയ്യുന്നുണ്ട്? ഈ തേർഡ് പേഴ്സൺ റീഡ് ചെയ്യുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് അറ്റാക്ക് ഈസ് നോൺ ആസ് റിലീസ് ഓഫ് മെസ്സേജ് കണ്ടന്റ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു മെസ്സേജ് റീഡ് ചെയ്യുക വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ബോബ്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ്, traffic analysis. The attacker monitor the transmission of communication. So consider this figure. The Bob sends some message to Alice, the third party. The attacker, Darth, observe the pattern of message from Bob to Alice. Just ആ പാറ്റേൺ ഒന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെയാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, ആ ഒരു പാറ്റേൺ അനലൈസ് ചെയ്യുക. ഇതാണ് ട്രാഫിക് അനാലിസിസ് എന്ന് പറയുന്നത്. Is it clear? ഓക്കെ ആണോ? റൈസ, സഹലായൻ, സംഗീത്, അഖിൽ. Second type, active attacks. Active attacks means it's a modification of content or participation in communication. ഒറിജിനൽ മെസ്സേജ് അല്ലെ റിസോഴ്സിന് എന്താണ് മോഡിഫൈ ചെയ്യുന്നത്, ഇതാണ് ആക്റ്റീവ് അറ്റാക്സ് എന്ന് പറയുന്നത്. So there are 4 types. Masquerade, replay or retransmit, modify the content in transit,
and denial of service attacks. Masquerade, replay or retransmit, modify the content in transit, and denial of service attacks. The first one, masquerade, means when one entity pretending to be different entity. That means, suppose here, Bob sends some message to Alice. Okay. Then later, the third party, Darth, message from here. Darth some send message to Alice, just like Bob sent to it. അതായത് ഡാർത്ത് ആർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യും? ആലീസിന് സെൻഡ് ചെയ്യും. ഇങ്ങനെ ബോബാണ് സെൻഡ് ചെയ്യുന്ന ആ ഒരു നെയിമിൽ ആർക്ക് സെൻഡ് ചെയ്യും? ആലീസിന് മെസ്സേജ് സെൻഡ് ചെയ്യും. ആലീസ് റിയലൈസ് ദാറ്റ് ദ മെസ്സേജ് ഈസ് കമ്മിങ് ഫ്രം Bob. Actually, the message is coming from Darth. Okay. അതായത് ഡാർത്ത് എന്താണ് ബോബ് എന്നുള്ള രീതിയിൽ എന്തായിരിക്കും മെസ്സേജ് സെൻഡ് ചെയ്യും? ആലീസിന് മെസ്സേജ് സെൻഡ് ചെയ്യും. Okay, that is the when one entity pretending to be different entity. ഇത് ക്ലിയർ ആണോ? And second one, replay. Replay means the attacker capture the sequence of events or some data units and resends them. ഇവിടെ എന്താ അറ്റാക്കർ എന്ത് ചെയ്യും? മെസ്സേജ് ക്യാപ്ചർ ചെയ്യും. ദെൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എന്താ അതിനൊന്ന് റീസെൻഡ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഫിഗർ നോക്ക്. ബോബ് ആലീസിന് മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ദെൻ ഡാർത്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു മെസ്സേജ് ബോബിന്റെ മെസ്സേജ് എന്ത് ചെയ്യുന്നു? ക്യാപ്ചർ ചെയ്യുന്നു. ദെൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ആർക്ക് സെൻഡ് ചെയ്യുന്നു? ആലീസിന് സെൻഡ് ചെയ്യുന്നു. റൈറ്റ് ടൈമിൽ മെസ്സേജ് ആർക്ക് കിട്ടുന്നില്ല? ആലീസിന് കിട്ടുന്നില്ല. ഇതാണ് റീപ്ലേ അറ്റാക്ക് എന്ന് പറയുന്നത്. Darth capture the message from Bob to Alice, later replay message to Alice. And next one, alteration. Alteration means change to the original message. Say Bob hi എന്ന് പറഞ്ഞ മെസ്സേജ് ആലീസിന് സെൻഡ് ചെയ്യാണ്. ദെൻ ഡാർത്ത് എന്ത് ചെയ്യുന്നു? ഈ മെസ്സേജിനെ റീഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാണ്, ഹലോ ചേഞ്ച് ചെയ്യാണ്. ദെൻ സെൻഡ് ടു ആലീസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, DOS, denial of service attack. Here it prevent the legitimate users from accessing the some service. സപ്പോസ് നിങ്ങൾ കുറേ വെബ്സൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? സപ്പോസ് ആ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ സൈറ്റ് ഡൗൺ ആയിട്ടുണ്ടാകും സംടൈംസ്. അപ്പം നമുക്കൊരു അറ്റാക്കറിന് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് പേഴ്സൺ എന്താണ് ആ ഒരു കറക്റ്റ് ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ സർവീസ് അവിടെ ഡിനൈ ചെയ്യുക ചെയ്യുന്നത്. അതാണ് എന്ത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്റ്റീവ് അറ്റാക്ക് 4 ടൈപ്പ് ഉണ്ട്. മാസ്കുറൈഡ്, റിപ്ലേ, modify the content in transit, and denial of service attack. നെക്സ്റ്റ് നമ്മുടെ ആക്ച്വൽ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന എന്താണ്? ക്രിപ്റ്റോഗ്രാഫിയാണ് അല്ലേ? അപ്പോൾ ക്രിപ്റ്റോഗ്രാഫി മീൻസ് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ഹൈഡിങ് ഇൻഫർമേഷന് ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. It is the art of achieving security by encoding messages to make them unreadable. ഓക്കെ, മെസ്സേജിന് എന്താണ് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് എന്ത് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗ്രാഫി ഇസ് എ സയൻസ് യൂസിങ് മാത്തമാറ്റിക്സ് ടു എൻക്രിപ്റ്റ് ആൻഡ് ഡീക്രിപ്റ്റ് ഡാറ്റ. അപ്പോൾ ക്രിപ്റ്റോഗ്രാഫി എന്താണെന്ന് വെച്ചാൽ
ഇറ്റ്സ് എ സയൻസ്. കുറച്ച് മാത്തമാറ്റിക്സ് ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ഡാറ്റേനെ എൻക്രിപ്റ്റ് ആൻഡ് ഡീക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞ ടേം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്രിപ്റ്റോസ് പ്ലസ് ഗ്രാഫിയൻ. അപ്പോൾ ക്രിപ്റ്റോസ് എന്ന് വെച്ചാൽ എന്താ, ഹിഡൻ. ഗ്രാഫിയൻസ് എന്ന് വെച്ചാൽ ടു റൈറ്റ്. എന്താ ക്രിപ്റ്റോസ് പ്ലസ് ഗ്രാഫിയൻ എന്ന് വെച്ചാൽ സീക്രട്ട് റൈറ്റിംഗ്. ക്രിപ്റ്റോഗ്രാഫി എന്ന് വെച്ചാൽ സീക്രട്ട് റൈറ്റിംഗ്. ദെൻ ഇവിടെ നമ്മൾ കുറച്ച് ടെർമിനോളജി പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്ലെയിൻ ടെക്സ്റ്റ്. ദ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ ഒറിജിനൽ മെസ്സേജ്. ഒറിജിനൽ മെസ്സേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയാം. Or in other words, a plain text is a message that can be understood by the sender and recipient. Okay, നമ്മൾ ഒറിജിനൽ മെസ്സേജിന് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എന്താണ്, സെൻഡറിന് റിസീവറിന് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഈസിലി. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടിയാൽ എന്താണ്, ആ പാർട്ടിക്കും ഈസിലി ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ സെൻഡർ എന്ത് ഗുഡ് മോർണിംഗ് ആർക്ക് സെൻഡ് ചെയ്യുന്നു, റിസീവറിന് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ റിസീവറിന് എന്താ, ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഇറ്റ് ഇസ് എ ഗുഡ് മോർണിംഗ്. ആൻഡ് ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടിയാലോ, ഓക്കെ തേർഡ് പാർട്ടിക്കും ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതെന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണ്. ഇനി നെക്സ്റ്റ് ടേം സിഫർ ടെക്സ്റ്റ്. സിഫർ ടെക്സ്റ്റ് മീൻസ് ദ എൻക്രിപ്റ്റഡ് മെസ്സേജ് ഈസ് നോൺ ആസ് സിഫർ ടെക്സ്റ്റ്. അതായത് നമ്മുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ, പ്ലെയിൻ മെസ്സേജിനെ നമ്മൾ സം ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. കുറച്ച് എൻകോഡിങ് സ്കീം ഉണ്ട്, അത് വെച്ചിട്ട് എന്താണ് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുന്ന മെസ്സേജിന് എന്ത് പറയും, സിഫർ ടെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, നമ്മുടെ ഒറിജിനൽ മെസ്സേജ് ഗുഡ് മോർണിംഗ്, സോ ഗുഡ് മോർണിംഗ്. സി ഗുഡ് മോർണിംഗ് എന്താ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും യൂസിങ് സം ടെക്നിക്സ്. ഞാൻ ഗുഡ് മോർണിംഗ് എന്താ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് യൂസിങ് സം ടെക്നിക്സ്, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സിഫർ ടെക്സ്റ്റ്. സിഫർ ടെക്സ്റ്റ്. ഓക്കെ, അപ്പം ഇത് കിട്ടിയാൽ ഇപ്പോൾ സെൻഡർ റിസീവറിന് എന്ത് ചെയ്യുന്നു, ഈ പെർട്ടിക്കുലർ മെസ്സേജ് സെൻഡ് ചെയ്യാണ്, സിഫർ ടെക്സ്റ്റ് സെൻഡ് ചെയ്യാണ്. ഒരു തേർഡ് പാർട്ടിക്ക് ഈ പെർട്ടിക്കുലർ സിഫർ ടെക്സ്റ്റ് കിട്ടിയാൽ എന്താ മെസ്സേജ് എന്ന് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പോൾ റിസീവർ എന്ത് ചെയ്യും, ഈ പെർട്ടിക്കുലർ സിഫർ ടെക്സ്റ്റിനെ ബാക്ക് ടു പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് റീഡ് ചെയ്യുന്നത്. അടുത്ത ടേം എൻക്രിപ്ഷൻ. The encryption means the method of producing ciphertext from plain text. Ciphertext എന്ന് പ്ലെയിൻ ടെക്സ്റ്റിലേക്കുള്ള കൺവേർഷൻ, ഇതാണ് എന്ത് എൻക്രിപ്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സം കീസ് യൂസ് ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എൻക്രിപ്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എൻസിഫറിംഗ് ഓർ എൻകോഡിംഗ്. Okay, so encryption means the method of producing ciphertext from plain text using key. The next one, encipher. Encipher means transform data into unreadable format. നമ്മുടെ ഡാറ്റേനെ അൺറീഡബിൾ ഫോമാറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് എന്താ പറയുക, എൻസിഫർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡീക്രിപ്ഷൻ. എന്തായിരിക്കും ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്, opposite അല്ലേ, restoring the plain text from cipher text using the key is known as decryption. Then decipher means transform data into readable format. Okay, അപ്പോൾ മെയിൻ ആയിട്ട് പഠിക്കണമെന്നാണ് പ്ലെയിൻ ടെക്സ്റ്റ്, ദെൻ സിഫർ ടെക്സ്റ്റ്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിന് സിഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് എൻക്രിപ്ഷൻ. Then reverse process is known as decryption. ഇതുവരെ ഓക്കെ ആണോ?
അഞ്ജലി, ശ്രീഷ്മ, അനഘ, ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അറ്റൻഡൻസ് പ്ലീസ്.